ഇനി നമുക്ക് നമ്മുടെ പ്രോസസ്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ ടോപ്പേഴ്സിനെ കൺഗ്രാജുലേറ്റ് ചെയ്യാം. അതെ, ഇത്രയും നല്ല രീതിയിൽ ഈ ഷെഡ്യൂളിൽ പെർഫോം ചെയ്ത രണ്ടുപേരാണ്. ടോപ്പ് 1 ആദ്യം പറയാം അല്ലേ? 56.5 മാർക്സ് ആണ് ഇവർക്ക് ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്നത്. മെബിൻ ആൻഡ് സർഗ. രണ്ടുപേർക്കും കൺഗ്രാറ്റ്സ്. നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് ഈ ഒരു ഷെഡ്യൂളിൽ പെർഫോം ചെയ്തു. രണ്ടുപേർക്കും പ്രൗഡ് ആവാം. നല്ല പണിയെടുത്ത് നിങ്ങൾ വന്ന് പെർഫോം ചെയ്ത് യു ഗേവ് യുവർ ബെസ്റ്റ് ആൻഡ് യു ഗൈസ് ആർ ദ ടോപ്പ് 1. യു ഗൈസ് ആർ സേഫ് എന്ന് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ നമ്പർ 1 ആണ്. നമ്പർ 1 ആണ്. സേഫ്. സൂപ്പർ, കൺഗ്രാറ്റുലേഷൻസ്. ഇനി സെക്കൻഡ് പൊസിഷനിൽ അനുഷ്ക. അത് ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ ഇതൊക്കെ കൊണ്ടാണ് മോൾ സെക്കൻഡ് പൊസിഷനിൽ എത്തിയിരിക്കണേ. മോളുടെ ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നു ആ ഒരു തുടക്കത്തിൽ ഒരു ഡ്രോപ്പ് വന്നെങ്കിലും അവിടുന്ന് മോൾ മനസ്സിലാക്കി വളരെ നന്നായിട്ട് വർക്ക് ചെയ്ത് ഈ പറഞ്ഞ പോലെ കുറെ ലക്ക് ഫാക്ടേഴ്സും കൂടെ ഉണ്ടായിരുന്നു. ആ ഗോൾഡൻ മൈക്ക് കിട്ടി. ഇത്തവണത്തെ ഷെഡ്യൂളിൽ നന്നായിട്ട് പാടി. യു ആർ വെരി ഡിസിപ്ലിൻഡ് ആൻഡ് നല്ല ഹാർഡ് വർക്കിംഗ് ആണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. സോ കീപ് ഗോയിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ്. ഓക്കെ, ഇനി തേർഡ് പൊസിഷനിൽ 3 പേരാണുള്ളത്. തേർഡ് പൊസിഷനിൽ 3 പേര്. അതാണ് 54.5 മാർക്സോട് കൂടി 3 പേരാണുള്ളത്. ആ 3 പേരെന്ന് പറയുന്നത് പാർവണ, ദിയ ആൻഡ് വൈഗ. കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾക്ക് തേർഡ് പൊസിഷൻ. ഇതില് വൈഗ നന്നായിട്ട് പെർഫോം ചെയ്തു എല്ലാ റൗണ്ട്സും. പിന്നെ പാർവണ ഓൾസോ നന്നായിട്ട് പെർഫോം ചെയ്തു. അത്ഭുതം ദിയയാണ്. ദിയ ഇപ്പോഴാണ് ദിയ ക്ലച്ച് പിടിച്ചു വരുന്നത് കേട്ടാ. ഇതിനാണ് നമ്മൾ ക്ലച്ച് പിടിക്കാന്ന് പറയണം. അപ്പം കൺഗ്രാറ്റുലേഷൻസ് പാർവണ, ദിയ ആൻഡ് വൈഗ. നെക്സ്റ്റ് ഫോർത്ത് പൊസിഷൻ. എനി ഗസ്? തീർത്ഥ. തീർത്ഥയ്ക്ക് 54 മാർക്സ് ആണ്. അപ്പോൾ ഇതൊക്കെ അരമാർക്കിന്റെ വ്യത്യാസത്തിലാണ് ഈ പൊസിഷനിങ് വരുന്നത്. ബട്ട് സ്റ്റിൽ ഇറ്റ് മേക്സ് എ ബിഗ് ഡിഫറൻസ്. സോ കൺഗ്രാറ്റ്സ് തീർത്ഥ. നന്നായിട്ട് പെർഫോം ചെയ്തു തീർത്ഥ. നല്ല ക്വാളിറ്റി ഉള്ള സിംഗർ ആണ്. യെസ്. ചില സ്ഥലങ്ങളിൽ മാത്രം എന്തൊക്കെയോ സംഭവിച്ചു എന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. എന്തായാലും യു ആർ സ്റ്റിൽ ഇൻ ദ ഗെയിം. കൺഗ്രാറ്റ്സ് തീർത്ഥ. ഓൾ ദ ബെസ്റ്റ്. ഇനി നമ്മളെ ടോപ്പ് 5 5-ാമത്തെ ആളെയാണ് പറയാൻ പോകുന്നത്. ഈ ആളെ കൂടെ മാത്രമേ നമ്മളിപ്പോ ഇവിടെ പറയുന്നുള്ളൂ. ടോപ്പ് 5 ധ്രുവ അല്ല. 5th പൊസിഷനിൽ 53 മാർക്സ് 53 മാർക്ക് നേടിക്കൊണ്ട് ദേവ്ന. അപ്പൊ ദേവ്ന, നമ്മള് ഇപ്പൊ അവസാനം പാടിയ പാട്ട് അത്ര അങ്ങോട്ട് അറിയാലോ. അപ്പൊ ഇനി നമ്മള് ഒന്ന് ലൈനിൽ വീഴാനുണ്ട് കേട്ടാ. നമുക്ക് ഇപ്പം 5th പൊസിഷനിൽ എത്തി. അപ്പം കൺഗ്രാറ്റുലേഷൻസ് ദേവ്ന. ഇനി നന്നായിട്ട് പാട്ട് പഠിക്കുക. അങ്ങനെ ടോപ്പ് 5 ആൾക്കാരെ നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞു. അവരുടെ മാർക്സും പൊസിഷൻസും ഒക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് തോന്നുന്നു നമുക്ക് ഡേഞ്ചറസ് സോണിലുള്ള ആൾക്കാരെ നമുക്ക് ഇങ്ങോട്ടേക്ക് വിളിക്കാം അല്ലേ ഷാനിക്ക? ഡേഞ്ചർ സോണിലുള്ള ആൾക്കാരെ നമുക്ക് ആദ്യം എഴുന്നേറ്റ് നിൽക്കട്ടെ, ഓരോരുത്തരായിട്ട്. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം, ട്രെയിൻ പോലെ. ഓക്കെ അല്ലടാ? അതെ. അപ്പം പേര് വിളിക്കുന്ന ആളുകൾ നൈസായിട്ടൊന്ന് എഴുന്നേറ്റ് നിൽക്കണേ. ഞെട്ടിക്കുന്ന പേരുകളുണ്ട് ഇതിനകത്ത്. അതെ. അഭിനവ്, ശ്രീഹരി, ബദ്രി, ആഗ്നസ്, ഗൗതം, ദേവിക, നിവേദ്. എല്ലാവരും സ്റ്റേജിലേക്ക് വന്നേ.
നിങ്ങളെല്ലാവരും സേഫാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഇത്ര പേര് സേഫ് ആ പാർത്ഥിവേ പാർത്തി പാർത്ഥിവേ ഇരിക്കുന്നെ. പോയി വല്ലോ, ഉണ്ട്. പാർത്ഥിവിന്റെ ആ സീറ്റിൽ അവൻ മാത്രമേ ഉള്ളൂ. ഒറ്റ ഒരുത്താണ് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്ന ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനെ. നിങ്ങൾ എല്ലാരും സേഫ് ആണ്. മാർക്ക് അറിയില്ല എന്നുള്ളൂ. നമുക്കത് ചോദിക്കാം. ഓക്കെ, എന്ത് പറ്റി മക്കളെ? കഴിഞ്ഞ പ്രാവശ്യം ആരൊക്കെ ഉണ്ടായിരുന്നു ഡേഞ്ചർ സോണിൽ ഇതുപോലെ? കൈപൊക്ക്, ശരിക്കും കൈപൊക്ക്. ഗൗതം ഉണ്ടായിരുന്നു, പിന്നെ അബി ഉണ്ടായി, അഭി ഉണ്ടായിരുന്നു, ബദ്രി. ബദ്രി. നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സമയമാണോ ഇത്? ഈ നിൽക്കുന്ന എല്ലാവരും നല്ല കിടിലൻ ടാലൻസ് ആണ്. ദെൻ വൈ യു ഗൈസ് ആർ ഹിയർ? എന്തുകൊണ്ട് ബദ്രി ഒക്കെ ഇങ്ങനെ ഡേഞ്ചർ സോണിൽ നിൽക്കുന്നു? എന്താണ് ബദ്രിക്കുള്ള എക്സ്പ്ലനേഷൻ? ശ്രുതിയുടെ പ്രശ്നങ്ങൾ കുറച്ചുണ്ടായിരുന്നു ഇപ്രാവശ്യം. ഓക്കെ, പിന്നെ തൊട്ട് കഴിഞ്ഞ പാട്ടിൽ കുറച്ച് ടെമ്പോ കുറച്ച് കൂടുതൽ റണ്ണിങ് ആയിരുന്നു എന്ന് ഓക്കെ. തോന്നി. അതൊക്കെ എന്തുകൊണ്ടാണ്? പ്രാക്ടീസിന്റെ ഇതൊക്കെ ടെക്നിക്കൽ കാര്യങ്ങൾ. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നാണ് ചോദിക്കുന്നത്. പ്രോപ്പർ പ്രാക്ടീസിന്റെ കുറവാണോ, എന്താണ്, എവിടെയാണ്, അതാണ് ചോദിക്കണേ. അല്ലാതെ ഒരു പാട്ടിൽ എന്ത് തെറ്റ് പറ്റിയെന്നല്ല ചോദിക്കണേ. എന്തുകൊണ്ടാണ് ബദ്രി ഇങ്ങനെ നിൽക്കേണ്ട അവസ്ഥ വരുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ബദ്രി ഇതൊന്നും പോരാ, ഇപ്പൊ അറിയാം എന്താണ് അവസ്ഥ എന്ന്. എനിക്കിങ്ങനെ നിങ്ങളെ ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന കാണാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നല്ല ടാലൻസ് ഇങ്ങനെ നിൽക്കേണ്ട അവസ്ഥ വരുന്നത്, എനിക്ക് നിങ്ങളെല്ലാവരും ഒരുപോലെയാണ്. അപ്പം ഇത് ബദ്രി ഇത് പോരാ. ആഗ്നസ്? എനിക്ക് പറഞ്ഞ ടെൻഷൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ടെൻഷൻ ഉണ്ട്. എന്തിനാ മോളെ ടെൻഷൻ അടിക്കുന്നത്? മാർക്സിന്റെ ആണോ അതോ ഈ ബാക്കി മാർക്സിന്റെ കാര്യം ആലോചിച്ചിട്ടാണോ? അതെ അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. മാർക്സിന്റെ കാര്യം ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു തരത്തിലും നമുക്ക് ഇതിന്റെ റിസൾട്ട് നമ്മൾ വിചാരിച്ച് നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലൈഫിലും ഒരിടത്തും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വർക്ക് ചെയ്യുക, മുമ്പോട്ട് പോവുക, ബാക്കി കാര്യങ്ങൾ ഇറ്റ് വിൽ ഹാപ്പൻ. കേട്ടോ? അടുത്ത ആള് ആദ്യം വന്ന് സൂപ്പർ സ്റ്റാർ ഗോൾഡൻ മൈക്ക് മേടിച്ച ആളാണ് ദേവിക. ദേവിക. അപ്പൊ മോളുടെ ടാലന്റ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ്. നമ്മൾ ആദ്യം ഇവിടെ വന്ന് ഗോൾഡൻ മൈക്ക് എല്ലാവരും അന്തം വിട്ട് കൈയടിച്ച് അത് തന്നെ മതിയല്ലോ. എന്താണ് മോളുടെ ടാലന്റ് എന്ന് അറിയാൻ വേണ്ടി. ഇതിൽ നിൽക്കുന്ന രണ്ടുപേര് ഗോൾഡൻ മൈക്കുകാരാണല്ലേ? അതെ, നമ്മുടെ വില്ലൻ ആരാണെന്ന് ഇപ്പം നമുക്ക് മനസ്സിലായി. ആ വില്ലൻ ആരാണെന്ന് നമ്മൾ ഒരു 1, 2, 3 തവണ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അത് വലിയ മാറ്റമൊന്നും ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് വളരെ വിഷമമുള്ളൊരു കാര്യം. അപ്പം അത് എന്താ പറയുക, ഇപ്പം ആ ഒരൊറ്റൊരു കാര്യമാണ് മോളെ അവിടെ ഡേഞ്ചർ സോണിൽ എത്തിച്ചത്. കേട്ടോ? ഓക്കെ, അടുത്ത ആള് നിവേദ്. നിനക്കെന്താ പറ്റിയത്? എനിക്ക് ടെൻഷൻ ഇവിടെ കേറുമ്പോ ടെൻഷൻ വരും. നിവേദൊക്കെ നല്ല അടിപൊളി ടാലന്റ് ആണ്. അതെ. അന്ന് പ്രമദവനൊക്കെ പാടി എന്ത് രസമായിട്ട് അന്ന് അങ്ങനെയുള്ളൊരു നിവേദത ഇങ്ങോട്ട് താഴെ ഏറ്റവും ലോവസ്റ്റ് മാർക്സ്. വിഷമം കൊണ്ടാണ് ഇവന് ഇത്രയും സംസാരിക്കുന്നത് കേട്ടോ. കാരണം പ്രമദവനം ഈ സൈസിലുള്ള ഒരാള് പാടിയിട്ട് നമ്മൾ അവിടെ മതിമറന്ന് എഴുന്നേറ്റ് നിന്ന് ഗോൾഡൻ ബസർ അടിച്ച് ഗോൾഡൻ മൈക്കൊക്കെ തന്നിട്ട് അങ്ങനെയുള്ള ഒരാളെ പിന്നെ ഏറ്റവും ചെറിയ മാർക്ക് നിവേദ. അപ്പം ആ എവിടെ എത്തിന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. നെക്സ്റ്റ് സൗണ്ട് ചേഞ്ചിന്റെ പ്രോബ്ലം ആയതുകൊണ്ട് എനിക്ക് ഗൗതത്തിന്റെ കാര്യം നോക്കുമ്പോൾ എനിക്ക് ഒന്നും മനസ്സിൽ വരുന്നില്ല. ആ താമരാശൻ പിള്ളയുടെ പാട്ട് വരുന്നത് അവിടെ ബസ് നിർത്തിക്കൊണ്ട് മാത്രം. പാട്ടും കുഴപ്പമില്ലാതെ പാടുകയും ചെയ്തു. പക്ഷെ അത്രയും മനസ്സിൽ തട്ടിയ ഒരു മെമ്മറബിൾ പെർഫോമൻസ് ഗൗതത്തിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. നെക്സ്റ്റ് ശ്രീഹരി. അത് ഞാൻ ഇങ്ങോട്ട് കേറുമ്പോ എല്ലാം റെഡി ആക്കിട്ട് കേറുക. പക്ഷെ ഇവിടെ എത്തുമ്പോ എന്താന്നറിയില്ല. അതെന്താന്ന് അറിയണ്ട മോനെ. ഇത് ഓരോ തവണ ഇങ്ങനെ കയറുമ്പോഴും ഇങ്ങനെ സംഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നീ എവിടെ എത്തും? നീ എങ്ങനെ കയറും ഒരു സ്റ്റേജിൽ? നമുക്ക് ആ പ്രോബ്ലം ഫിക്സ് ചെയ്യണ്ടേ? സ്റ്റേജിൽ കയറുമ്പോൾ ടെൻഷൻ ആവുന്നു, അല്ലെങ്കിൽ സ്റ്റേജിൽ കയറുമ്പോൾ വേറെന്തോ സംഭവിക്കുന്നു എന്ന് പറയുന്നത് അതൊക്കെ ഭയങ്കര സില്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ്. വേദി കയറുമ്പോൾ എന്തോ സംഭവിക്കണമെന്ന് പറയുന്ന ആള് എന്തിനാണ് സൂപ്പർ സ്റ്റാറിൽ? അതിന്റെ ആവശ്യമുണ്ടോ സൂപ്പർ സ്റ്റാറിൽ? ഓക്കെ, നെക്സ്റ്റ്. അഭിനവിന്റെ ചെറിയ ചെറിയ അശ്രദ്ധകൾ കാരണമാണ്. അതെ, സത്യം. വേൽമുരുക തന്നെ അത് തെറ്റിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പം അവിടെ ഇരിക്കേണ്ട ആളാണ്. ഇതൊരു നല്ല സെറ്റും പ്രോപ്സ് എന്തൊക്കെയാണ് അമൃത TV പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും. അപ്പം അഭിനവിന് കിട്ടിയ അവസരം, അഭിനവ് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഡേഞ്ചർ സോണിൽ വന്നല്ലേ? അങ്ങനെ ഒരു തെറ്റ് വരുത്തിയില്ലായിരുന്നെങ്കിൽ അഭിനവെ നിനക്ക് സുഖമായിട്ട് അവിടെ പോയി. സത്യം. കാരണം ഈ പറഞ്ഞ പോലെ അഭിനവ് വേറൊരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ആ ഒരു പദവിക്ക് അതിന്റെ യോഗ്യതയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആ സഞ്ചാരമായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്.
എന്നിട്ട് ആ അറ്റയറിൽ അവിടെ വന്ന് നിന്ന് പോയി. വിഷമാവൂലടാ. അഭിനവിന്റെ ആദ്യത്തെ ആ സംഗതിയൊക്കെ എന്ത് രസമായിരുന്നു. ആ ഫസ്റ്റ് ലൈൻ അസാധ്യമായിട്ട് പാടിക്കൊണ്ട് വന്ന. ഓക്കെ. അപ്പം ഈ കൂട്ടത്തിൽ ഒരു 3 പേര് സേഫാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഈ 3 പേർക്കും ഒരേ മാർക്കാണ്. അതിന് മേലെയുള്ള 4 പേരും പോവും. അവരുടെ പേര് ഞാൻ പറയുന്നില്ല, അത് വിഷമാണ്. അപ്പൊ ഇവിടെ നിൽക്കുന്ന 3 പേര് അതായത് സേഫായ 3 പേര്. സേഫായ 3 പേര് 49.5 ആണ് മാർക്സ്. ആ 3 പേര് ബദ്രി, ശ്രീഹരി ആൻഡ് അഭിനവ്. നിങ്ങൾ 3 പേരും എന്തോ ഭാഗ്യം കൊണ്ട് ഒരേ മാർക്ക് കിട്ടി. ഒരേ മാർക്ക് കിട്ടിയത് കൊണ്ട് മാത്രം നിങ്ങൾ 3 പേര് സേഫ് സോണിലാണ്. യു കെൻ ഗോ ബാക്ക്. ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല നിവേദും, ദേവിക, ആഗ്നസ്, ഗൗതത്തിനൊക്കെ ടാലന്റ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ എടാ നിനക്ക് വോയിസ് ചേഞ്ച് ചെയ്യുന്നുള്ള അറിയാം. അത് ഞങ്ങൾ ഓരോ റൗണ്ടിലും പറയുന്നുണ്ട്. നല്ല വോയിസ് കിട്ടുകയും ചെയ്യും ഗൗതം, ഉറപ്പാണ്. പക്ഷെ ഇപ്പോൾ ഉള്ള സ്റ്റേജിൽ വാട്ട് യു ക്യാൻ ഡു എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഒരിക്കലും എല്ലാം കളഞ്ഞ് നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ. എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ എന്താണെന്ന് നമ്മൾ നോക്കി അതിനനുസരിച്ച് എക്സ്ക്യൂസ് ആണെങ്കിൽ നമുക്ക് 100 എക്സ്ക്യൂസ് പറയാം. പക്ഷെ ഈ 4 പേര് ഇങ്ങനെ നിൽക്കേണ്ടി വരുന്നതിൽ ഐ എം വെരി സാഡ്. ഓക്കെ, അപ്പം ഇനി പറ, എന്താണ് പറയാനുള്ളത്? ഇത്ര നാളത്തെ ജേർണിയെ പറ്റി എന്താണ് ആഗ്നസ്? ആദ്യം തന്നെ എനിക്കിവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി തന്നെ ദൈവത്തോട് നന്ദി പറയുന്നു. പിന്നെ മോളോ? ദേവോ ഒത്തിരി പഠിക്കാൻ പറ്റി. ഓക്കെ, സന്തോഷം. അല്ല, ഒരുപാട് എൻജോയ് ചെയ്തോ മോള്? ഫ്രണ്ട്സ് ഒക്കെ ആയി. ആരാണ് ബെസ്റ്റ് ഫ്രണ്ട് ഈ കൂട്ടത്തില്? എല്ലാവരും ഒരുപോലെയാണ്. ഗൗതം? എല്ലാവരും മിസ് ചെയ്യും. പിന്നെ ഫ്രണ്ട്സിന്റെ അടുക്കുന്നെല്ലാം കുറെ പഠിക്കാൻ പറ്റി. ഗ്രൂമേഴ്സിന്റെ അടുക്കുന്ന പഠിക്കാൻ പറ്റി. ജഡ്ജസിന്റെ അടുക്കുന്ന പഠിക്കാൻ പറ്റി. എല്ലാരും മിസ് ചെയ്യും. ഗൗതത്തിനെ ഞങ്ങളും മിസ് ചെയ്യും ഒരുപാട്. ഗൗതം അടിപൊളി ഒരു ടാലന്റ് ആണ്. അടുത്ത ഗൗതത്തിന് വരാൻ പോകുന്ന വോയിസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു വോയിസ് ആണ്. ഗംഭീര വോയിസ് ആണ് വരാൻ പോകുന്നത്. അതിനു വേണ്ടിട്ട് ഇപ്പോഴേ പ്രിപ്പയർഡ് ആവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇവിടെ നിന്ന് പോയി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇനി എല്ലാം തീർന്നു ലോകാവസാനമാണെന്ന് വിചാരിച്ചിട്ട് ഇരിക്കരുത് നിങ്ങൾ ആരും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ആ മൊമെന്റോ ആൻഡ് സർട്ടിഫിക്കറ്റും കൂടെ ഒന്ന് കൊടുക്കാം അല്ലേ? പിന്നെ ചേച്ചി, എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കൊടുക്കാൻ. ഒരവസരം കൂടി തന്ന നല്ല പണിയെടുക്കുവോ? 4 പേരും ഇപ്പൊ പറയണം. ഒരൊറ്റ അവസരം കൂടി തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുമോ സൂപ്പർ സ്റ്റാറിൽ ദ ബെസ്റ്റ്? അല്ല, നിങ്ങളുടെ ഒരു ഷുവർട്ടിയിൽ മാത്രം, ഇത് ഞങ്ങളുടെ മാത്രം ഡിസിഷൻ ആയിട്ട് വേണമെങ്കിൽ വേണം. ഇത് ഞങ്ങളുടെ റിസ്കിലാണ് കേട്ടോ. അടിച്ചോ. ഇത് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ ഈ ഒരു വേദിയിൽ നിങ്ങൾക്ക് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയൊരു ഭാഗ്യം പോലെ തന്നെയാണ് ഈ ഒരു ചാൻസ്. അത് ഷാനിക്കയും ഹരിച്ചേട്ടനും സ്പെഷ്യലി പറഞ്ഞു തരുന്നൊരു ചാൻസ് ആണ്. അപ്പൊ അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. നെക്സ്റ്റ് എലിമിനേഷനിൽ നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കരുത്. ഓക്കെ, 4 പേരും. ഓക്കെ, നിങ്ങൾ അവിടെ ചെന്നിരുന്നു. ബാക്കി കാര്യങ്ങള് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു കാര്യത്തിൽ എനിക്കൊരു സമാധാനം. എന്തായാലും ഞാൻ വന്നപ്പോ എലിമിനേഷൻ ഇവര് ക്യാൻസൽ ആക്കിയല്ലോ. അല്ല, അതും ഇതിന്റെ ഒരു ഭാഗമാണ്. കാരണം ചേച്ചി ഇരിക്കുമ്പോ അങ്ങനെ ഒരു എലിമിനേഷൻ വേണ്ട. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതെല്ലാം നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. കാരണം ഷാനിക്കോ ഹരിച്ചേട്ടനോ അല്ലെങ്കിൽ ചേച്ചിക്കോ ഒന്നും ഇതുകൊണ്ട് പോയിട്ട് ഒന്നും ചെയ്യാനില്ല. അവരത് പറഞ്ഞത് നിങ്ങളുടെ നല്ലതിന് വേണ്ടി മാത്രമാണ്. നമുക്ക് ഇവിടെ അങ്ങനെ ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് എന്നോ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത കണ്ടസ്റ്റന്റ് അങ്ങനെ ഒന്നുമില്ല. നന്നായിട്ട് പാടിയ മാർക്ക് കിട്ടും. അതെ, നിങ്ങളെല്ലാവരും നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഒരേപോലെയാണ് എല്ലാവരും സ്നേഹിക്കുന്നത്. ബദ്രിയോടുള്ള സ്നേഹമാണ് തൊട്ട് സൈഡിലിരിക്കുന്ന പാർത്ഥിവിനോടുള്ളത്. എല്ലാവരും ഈക്വലി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. വി ലവ് യു ഓൾ. ഈ സ്നേഹമാണ് നമ്മളെ കൊണ്ട് ഇത്രയും സംസാരിപ്പിക്കുന്നത്. ഗോഡ് ബ്ലെസ് ഓൾ ഓഫ് യു. അപ്പം 4 ആളോട് വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ. വെൽക്കം ബാക്ക്.
song.